തീരുമാനിച്ചെന്നാണല്ലോ ഗോപകുമാർ പറഞ്ഞത്. ആ, എങ്കിൽ ഗോപേട്ടൻ തന്നെ വേറൊരു പെണ്ണിനെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. എന്റെ മോളെ ഞാൻ വളർത്തുന്നത് ആർക്കും ബലി കൊടുക്കാനൊന്നുമല്ല. എന്നെ സ്വന്തമാക്കാൻ വേണ്ടി അച്ഛനെ കൊണ്ട് നടന്ന് കള്ളു കുടിപ്പിച്ച് ചീത്തയാക്കുന്നതേ അയാൾ ഒറ്റ ഒരുത്തനാ. പക്ഷേ അയാളുടെ ആഗ്രഹം മനസ്സിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. എന്റെ സമ്മതമില്ലാതെ കല്യാണം നടത്താൻ ആർക്കും പറ്റില്ലല്ലോ. കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എടി രാക്ഷസി, എന്റെ മുഖത്ത് ചൊരുതനവും മുളകുപൊടി അരച്ച് തേച്ചത് മനപൂർവ്വമല്ലടി. അച്ഛൻ വാ, ഞാൻ എല്ലാം പറയാം. വാ, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. വേണ്ടടി, നിന്റെ തനി നിറം ഈ അയൽക്കാരൊക്കെ അറിയട്ടടി. എന്റെ മുഖത്ത് ചൊറിച്ചിലും പുകച്ചിലും ഇതുവരെ മാറിയിട്ടില്ലടി. പറടി, എന്നെ കൊല്ലാനല്ലടി നീ ശ്രമിച്ച? ഗോപേട്ട, വാ, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. ഇവിടെ വെച്ചൊന്നും പറയണ്ട. പറ്റില്ലടി, പറ്റില്ല. എന്നോട് ഇവള് ചെയ്തതിനൊക്കെ ഈ മുറ്റത്ത് വെച്ച് എന്നെ സമാധാനം പറഞ്ഞേ പറ്റൂ. എന്തിനാടി നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛനോട് ശില്പ ചെയ്തത് ഒട്ടും ശരിയായില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്പികേ. ആന്റി എന്തറിഞ്ഞിട്ടേ പറയുന്നേ? അച്ഛനെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നൊരു ആഭാസനെ പുറത്താക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു. അച്ഛന് കിട്ടിയ പണിയെ അച്ഛൻ സ്വയം വരുത്തി വെച്ചതാ. ആരാടി നിന്റെ ആഭാസൻ? നാളെ നിന്റെ ഭർത്താവ് ആവേണ്ടവനാടി ആ ശിവാനന്ദൻ. നിങ്ങൾക്കറിയോ, ഇവള് കൊടുത്ത 8ന്റെ പണി കാരണം ആ പാവം ശിവാനന്ദൻ ഹോസ്പിറ്റലില. ഒരുപാട് അസുഖങ്ങളുണ്ടവന്. ഇവിടെ നോടിയ ഓട്ടത്തിനിടയില് വല്ല ഹാർട്ട് അറ്റാക്കും വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങളൊക്കെ സന്തോഷിക്കുമായിരുന്നു. ഇപ്പൊ കിട്ടിയതേ അയാളുടെ കയ്യിലിരിപ്പിന് രാമപുരത്തമ്മ കൊടുത്ത പണിയാണെന്ന് വിചാരിച്ച് അയാൾ സമാധാനിച്ചോട്ടെ. എടീ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി അവനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. നീ തന്നെ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. നടന്നത് തന്നെ. ഇനി ഈ വീട്ടിൽ അധികാരം സ്ഥാപിക്കാൻ വന്നാ അയാളെ ഞാൻ കൊന്നുകളയും. നിന്റെ തോന്നിയവാസത്തിന് അനുഭവിക്കാൻ പോകുന്ന ആരാ നിനക്കറിയോ? ഇവളായിരിക്കും. വിടടി. എന്നെ അച്ഛൻ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ അമ്മയത്തോടെ ഞാൻ സമ്മതിക്കില്ല. എടീ, ഇവള് ജീവനോടെ ഉണ്ടാവണമെങ്കിൽ ശിവാനന്ദനും നീയും തമ്മിലുള്ള കല്യാണം നടന്നേ പറ്റൂ. നടത്തിയിരിക്കടി ഞാൻ. അമ്മ, ഒരുമാതിരി രണ്ടാം അച്ഛന്മാരെ പോലെയാണ് ഗോപകുമാർ ശില്പയോട് പെരുമാറുന്നത്. ശില്പേ, ഇതൊക്കെ പോലീസിൽ അറിയിക്കാണ് വേണ്ടത്. ഒരു ഗാർഹിക പീഡന പരാതി കൊടുത്താൽ ശിവാനന്ദന്റെ കാര്യം അവര് നോയിക്കോളും. അവരുടെ ഒറ്റ വിരട്ടലുകൊണ്ട് ഗോപകുമാർ ഒതുങ്ങുകയും ചെയ്യും. മോളെ, ഈ നരകത്തിൽ നിന്ന് നീ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം. അച്ഛനുപേക്ഷിച്ച് അമ്മ എന്റെ കൂടെ വരുമെങ്കിൽ നമുക്ക് പോവാം. പക്ഷെ അങ്ങനെ പോയാലും SP അങ്കിളുടെ അടുത്ത് ഒരിക്കലും അഭയം തേടില്ല. നമ്മൾ അങ്ങനെ ചെയ്താ SP അങ്കിൾ തന്നെയാണ് എന്റെ അച്ഛനെന്ന് ഇവിടുത്തെ അച്ഛൻ ഉറപ്പായും കരുതും.